അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. പരിശുദ്ധമായ റജബ് എന്ന മാസത്തിലെ ഒരു ശനിയാഴ്ച ദിവസമാണ് നാം ഉള്ളത്. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ ദിവസങ്ങളും ഓരോ അറിവഴകുകളുടെ നിലാമഴയിൽ അൽഹംദുലില്ലാ പ്രഭാപൂരിതമാവുകയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ അറിവിന്റെ നിറകുടം. അള്ളാഹു നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ പഠിക്കുന്ന ഒരു സൂറത്തിനെ പറ്റിയാണ്. നിർബന്ധമായും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ പഠിച്ചിരിക്കേണ്ട, സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട സൂറത്താണ് ഇന്ന് നബിതങ്ങൾ പഠിപ്പിച്ച ഒരു അത്ഭുതത്തിന്റെ സൂറത്തുണ്ട്. സ്ത്രീകൾ ഇത് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, ഓതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു സൂറത്താണ്. ഏതാണ് സൂറത്ത് അറിയോ? ഒന്ന് കമന്റ് ചെയ്തേ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അതിനുമ്പ് ഒരു മഹത്വം പറയാം. ഒന്നാമത്തത്, സ്ത്രീകൾ പഠിച്ചിരിക്കേണ്ട സൂറത്താണ്. രണ്ട്, ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ കൽബും മുഖവും പ്രകാശിക്കും. ഒരു ബ്യൂട്ടി പാർലറിലും ബ്യൂട്ടീഷ്യനും നമ്മൾ വിളിക്കേണ്ട, ഒരു ക്രീമും വാരി തേക്കേണ്ട, ഈ സൂറത്ത് അങ്ങ് പതിവാക്കിക്കും. ഇപ്പൊ ഉസ്താദെ സൂറത്ത് യൂസുഫ് ആണോ? സൂറത്ത് യൂസുഫ് അല്ല. കൽബും മുഖവും പ്രകാശിക്കും. പ്രകാശം കൊണ്ട് നിറയും നമ്മുടെ മുഖവും. ഒരു മുഖത്തൊരു കാണാൻ കറുപ്പാണ്, പക്ഷെ ഒരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു ആകാര കാന്തി എന്നൊക്കെ പറയില്ലേ, ഒരു കാണാൻ റാഹത്താണ്, ഒരു ബറക്കത്താണ്. ഇതെന്താ ഈ സൂറത്ത് പതിവാക്കേണ്ടാവും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം മൂന്നാമത്തത്, മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, വീട്ടിൽ പിശാച് വരില്ല. ഈ സൂറത്ത് വീട്ടിൽ ഒരു ദിവസം പാരായണം ചെയ്താൽ എന്തില്ല? പിശാച് വരില്ല. വീട്ടിൽ പൈശാചി ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും രോഗങ്ങൾ, ബറക്കത്തില്ല, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ മതി. ഒറ്റ തവണ, രാവിലെയോ പകലിലോ അസർ കഴിഞ്ഞോ മഗ്‌രിബ് കഴിഞ്ഞോ എപ്പോഴെങ്കിലും ഒരു തവണ വീട്ടിൽ ജീവിതത്തിൽ ഓതിയാൽ, ഒരു ദിവസത്തിൽ ഓതിയാൽ, ആ ദിവസം ആ വീട്ടിൽ പൈശാചിക ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകൂല. അള്ളാഹു ശപിക്കപ്പെട്ടവനാ പിശാചിൽ നിന്ന് കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം മറ്റൊരു നേട്ടമാണ്, കടങ്ങൾ അള്ളാഹു വീട്ടിൽ തരും. പ്രയാസങ്ങളും പ്രതിസന്ധികളും, എത്രയോ കമന്റുകൾ നോക്കിക്കോ ഉസ്താദേ, കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട്, ദ്വാരക്കണം. ഒരു മാർഗവും ഇല്ല എന്ന് കരുതി ഈ സൂറത്ത് ഓതിയിരുന്നാൽ അള്ളാഹു കടം തീർക്കുമെന്നതിനർത്ഥമില്ല. പിന്നെയോ, നമ്മൾ ചെയ്യുന്ന മേഖലയിൽ അള്ളാഹു ബറക്കത്ത് തരികയും വിചാരിക്കാത്ത സമ്പത്ത് അള്ളാഹു നമുക്ക് എത്തിച്ചു തരികയും ചെയ്യും. നമ്മൾ പരിശ്രമിക്കൂടി വേണം. ആ കടം തീരുമെന്ന് പറഞ്ഞ് വീട്ടിനകത്തിരുന്ന് ഖുർആൻ മാത്രം ഓതിക്കൊണ്ടിരുന്നാൽ കടം തീരൂല. നമ്മൾ ജോലിക്ക് വേണ്ടേ? ആ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് തരും, സമ്പത്ത് അധികരിപ്പിച്ച് തരും. കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ഒരു വലിയ ബറക്കത്ത് അള്ളാഹു നേടിത്തരുമെന്നാണ്. അപ്പൊ നമ്മൾ കൂടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, പലരും ചോദിക്കുന്നുണ്ട്, ആ ഉസ്താദ്മാർ കുറെ ആയത്തും സൂറത്തുമായിട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോൾ ഇന്നത് ഓതിയാ ഇന്ന സമ്പത്ത് കിട്ടും എന്ന് വെറുതെ ഇരുന്ന് ഓതിയാ പോരെ? വെറുതെ ഓതിയാ കിട്ടൂല. വെറുതെ ഓതിയാ ആര് കിട്ടും? നമ്മൾ പറയണില്ല. പിന്നെയോ, നമ്മൾ ചെയ്യാനുള്ള കാര്യത്തിനോടൊപ്പം ഇതും കൂടി ഒന്ന് ചെയ്യുക. അപ്പൊ ഒരു എളുപ്പം കിട്ടും. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. അള്ളാഹ് സഹായിക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നേട്ടം, കടങ്ങൾ വീടും അല്ലേ? കടങ്ങൾ വലിയ പ്രശ്നമാണ്. കടങ്ങൾ ഉണ്ടെങ്കിൽ ഉറക്കമില്ല, ഊണില്ല, ഇല്ലാത്ത ടെൻഷനാണ്. അതൊക്കെ മാറാൻ ഈ സൂറത്ത് മതിയായി. അതുപോലെ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് വ്യഭിചാരത്തിൽ നിന്ന് കാവൽ കിട്ടുന്നു. കണ്ണിന്റെ വ്യഭിചാരമാകാം, നാവിന്റെ വ്യഭിചാരമാകാം, ശരീരത്തിന്റെ വ്യഭിചാരങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അവന്റെ ശരീരത്തെ, ദേഹേച്ഛയെ തടയിടാൻ ഈ സൂറത്ത് മതിയാകുന്നതാണ് എന്ന് മഹാരഥന്മാർ. അതോടൊപ്പം മറ്റൊരു നേട്ടമാണ്, ആറാമത്തത്, വിവാഹം നടക്കാൻ ഇതൊരു നല്ല സൂറത്താണ്. സൂറത്ത് ത്വാഹ ഓതിയാൽ വിവാഹം നടക്കും. അതോടൊപ്പം ഈ സൂറത്ത് പതിവാക്കും, വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ നടക്കണം, വിവാഹം നടക്കണമെന്ന ആഗ്രഹത്തിൽ ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ വിവാഹവും നടക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി. അല്ലാഹു എത്രയോ ചെറുപ്പക്കാർക്ക് പെണ്ണുങ്ങളെ കിട്ടാനില്ല, പെൺകുട്ടികളെ കിട്ടാനില്ല, അത്രയും ഇണകളെയും തുണയെയും അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഏഴാമത്തത്, അഭിമാനക്ഷതം ഉണ്ടാവില്ല. അഭിമാനക്ഷതം എന്ന് പറഞ്ഞ വലിയ പ്രശ്നമാണ്. ഭയങ്കര ഡിപ്രഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നല്ല അഭിമാനമുണ്ട്, നാട്ടിൽ വീട്ടിലൊക്കെ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ ആരോടും സംസാരിക്കാനോ മുഖത്ത് വെക്കാൻ നമുക്ക് കഴിയില്ല. അഭിമാനം, ഒരു മനുഷ്യന്റെ അഭിമാനം കഅബയേക്കാൾ മഹത്വമുണ്ട്. ഇവതങ്ങൾ ചോദിച്ചില്ലേ, ഇന്നത്തെ മാസത്തെക്കാൾ, ഇന്നത്തെ ദിവസത്തെക്കാൾ ഈ കഅബയേക്കാൾ വലുത് റബ്ബിന്റെ മുന്നിൽ ഒരു മനുഷ്യന്റെ അഭിമാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരെയും അഭിമാനക്ഷതം വരുത്താൻ പാടില്ല. കളിയാക്കുക, കുറ്റപ്പെടുത്തുക, പരിഹസിക്കുക, അതൊക്കെ അഭിമാനക്ഷതമാണ്. അള്ളാഹിന് പോലും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ എന്തിനാ ചെയ്യണേ? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള, ജീവിതത്തിൽ നമുക്ക് അഭിമാനത്തിന് കോട്ടം വരുത്തൂല. അള്ളാഹു ഇസ്സത്ത് നമുക്ക് പ്രധാനിക്കുമെന്ന് മഹാരഥന്മാർ. അതോടൊപ്പം ഏഴാമത്തത്, വരുമാനം വർദ്ധിക്കും.
100 രൂപ കിട്ടുന്നുള്ളൂ. പക്ഷേ ശമ്പളം കൂട്ടിക്കിട്ടാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ശമ്പളം കൂട്ടിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. ഈ സൂറത്ത് പതിവാക്കിക്കോളി. ശമ്പള ഉയർച്ച ഉണ്ടാവും, സമ്പത്ത് അധികരിപ്പിക്കും, സമ്പത്തിൽ വർധനവ് അള്ളാഹു തരുമെന്നാണ്. അതോടൊപ്പം 8-ാമത്തത് 9-ാമത്തത് ഷിർക്ക് വർദ്ധിക്കും. ഷിർക്ക് സംഭവിക്കൂല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, ഏറ്റവും പൊറുക്കപ്പെടാത്തൊരു തെറ്റാണ് ഷിർക്ക് എന്നുള്ളത്. കാഫിറായി ഈമാൻ തെറ്റി നമ്മൾ മരിക്കൂല. അതോടൊപ്പം 10-ാമത്തത് മഹാത്മാ രേഖപ്പെടുത്തുന്നു, പതിവാക്കിയാൽ എന്തെങ്കിലും കേസ് ഇടപാടുകൾ ഉണ്ടെങ്കിൽ വിജയമുണ്ടാവും. തർക്കങ്ങളുണ്ടാവും, അതിര് തർക്കം, വീട് തർക്കം, സ്വത്ത് തർക്കം, പോലീസ് കേസ്, അങ്ങനെ വക്കീൽ കേസ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. ഈ സൂറത്ത് പതിവാക്കിയാൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉള്ള കേസുകളിൽ വിജയിക്കാൻ റബ്ബിന്റെ ഇടപെടലുണ്ടാകും. നിരപരാധിയാണെങ്കിൽ ഉറപ്പായും വിജയം സുനിശ്ചിതമാകും. അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. അതോടൊപ്പം 10-ാമത്തത് വികാര നിയന്ത്രണം ഉണ്ടാകുമെന്നാണ്. ദേഹേച്ഛയെ നിയന്ത്രിക്കാൻ കഴിയും. അതോടൊപ്പം 12-ാമത്തത് ഖിയാമത്ത് നാളിൽ പ്രകാശം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഖബറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖം പ്രകാശപൂരിതമാകും, പൂർണ്ണ ശോഭയായി തിളങ്ങും മുഖം. അതല്ലേ നമുക്ക് വേണ്ടത്. കൽബ് നന്നാകുമ്പോഴാണ് മുഖം നന്നാവുക. അള്ളാന്റെ കോടതിയിൽ മുഖം പ്രകാശിക്കുന്നവരായി അള്ളാന്റെ അർശിന്റെ തണലിലേക്ക് കടന്നു വരുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കുക, ഇത്രയും മഹത്വമുള്ള സൂറത്ത്. ഏതാണ് ആ സൂറത്ത്? പഠിക്കണം, ഖുർആനുമായി ബന്ധമുണ്ടാകണം. ഏതാണ് സൂറത്ത്? പരിശുദ്ധമായ ഖുർആൻ 24-ാമത്തെ സൂറത്താണ്. ഏതാണെന്ന് പറയാൻ പറ്റും? 24-ാമത്തെ സൂറത്താണ്. 64 ആയത്തുകൾ ആ സൂറത്തിലുണ്ട്. ഏതാണ് സൂറത്ത്? ആ സൂറത്താണ് സൂറത്തുൻ നൂർ. പ്രകാശം എന്നാണ് ആ സൂറത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്രകാശം ഉണ്ടാകുമെന്ന് ഞാൻ പറയാനും കാരണം. ഞാൻ പറഞ്ഞതല്ല, നബി തങ്ങളുടെ ഹദീസാണ്. അവന്റെ പ്രിയമുള്ളവരെ, 24-ാമത്തെ സൂറത്തും 64 ആയത്തുകളുമുള്ള സൂറത്തുൻ നൂർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറളിനാ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നൂർ 24-ാമത്തെ സൂറത്താണ്. നിങ്ങൾ പതിവാക്കിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ആ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ആ ഖുർആന്റെ ശുപാർശ നമുക്ക് കിട്ടും. കിട്ടിയാലോ? ഖുർആന്റെ ശുപാർശ കിട്ടിയ പിന്നെ ആരെയാ പേടിക്കാനുള്ള? സ്വർഗ്ഗം ഉറപ്പിച്ചൂടെ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ അള്ളാന്റെ മാസമല്ലേ? റജബ് അള്ളാന്റെ മാസമാണ്. റജബുൻ ഷഹറുല്ലാ. റജബ് അള്ളാന്റെ മാസമാണ്. ഈ റജബിൽ അള്ളാന്റെ ഗ്രന്ഥമാകുന്ന ഖുർആൻ നമ്മൾ ഓതിയാൽ ഇരട്ടി പ്രതിഫലം. ഖുർആൻ നമുക്ക് അനുകൂലമാകും. ഷഅബാനിൽ അള്ളാഹ് അനുകൂലമാക്കും. റമദാനിൽ പിന്നെ അനുകൂലമാണ്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഖുർആനുമായി ബന്ധം ഉണ്ടാകണം. ഖത്തമുകൾ ഓതാൻ തുടങ്ങണം. റമദാൻ വരുമ്പോൾ മാത്രം ഖത്തം ഓതിയാൽ പോരാ. ആദ്യത്തെ 10 ദിവസം കൊണ്ട് ഖത്തം തീർക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഒരു ദിവസം ഒരു 10 ദിവസം കൊണ്ട് ഒരു ഖത്തമെങ്കിലും ഓതാൻ കഴിയുന്നവരാവുക. ഒരു ജുസ് അല്ല, 10 ദിവസം കൊണ്ട് ഒരു ഖത്തമെങ്കിലും ഓതാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് അൽഹംദുലില്ലാഹ് 10,000 സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. തിബ്ബുസലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദ്റുമൊക്കെ ചൊല്ലുന്ന സദസ്സാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം, അതിൽ പങ്കെടുക്കണം. അള്ളാഹ് സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് റജബിൽ ഷഅബാനിൽ ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് തരട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹ് വിശാലമാക്കട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ അല്ലാഹ് മാറ്റി തരട്ടെ. സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ മരിച്ച് ഈമാനോടെ മരണപ്പെട്ട ഖബറിൽ പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. സ്വർഗം വാജിബാക്കട്ടെ, നരക നിഷിദ്ധമാക്കട്ടെ. എന്തൊക്കെ കാര്യങ്ങൾ ഹലാലായ മുറാദുകളുണ്ടോ അതെല്ലാം നിറവേറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരക്കണം. അള്ളാഹ് കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.